ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ആപ്പിൾ പച്ചടി ഉണ്ടാക്കിയാലോ? സത്യം പറയാമല്ലോ, വെള്ളരിക്ക ഇവിടെ ഇരുന്നത് അങ്ങ് പനലായിപ്പോയി. പിന്നെ നോക്കിയപ്പോൾ അങ്ങനെ പച്ചക്കറി ഒന്നും കണ്ടില്ല. കഴിഞ്ഞ ദിവസം സത്യം പറയാമല്ലോ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ശകലം വെള്ളരിക്ക മേടിച്ചിട്ട് പച്ചടി ഉണ്ടാക്കിയത്. ഇവിടെ പച്ചടി ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം എന്നും എങ്ങനെ അവിടുന്ന് മേടിക്കാൻ പോകണമെന്ന് വിചാരിച്ചു ഞാൻ ആ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒരു ആപ്പിൾ ഇരിക്കുന്നു. ആപ്പിൾ എടുത്തു. മഴയായതുകൊണ്ട് പുറത്തൊന്നും കടലൊന്നും പോകാൻ വയ്യ, എനിക്കെങ്ങും വില പോകാനും. അന്നേരം ഒരു ആപ്പിൾ എടുത്തു. അത് നന്നായിട്ട് സാധാരണ പോലൊക്കെ ചെറുതായിട്ട് അരിയാം. നമുക്ക് വെള്ളരിക്കയ്ക്ക് ഇതിന് ഒത്തിരി വേവില്ലല്ലോ, സാധാരണ ഇത് പച്ചയ്ക്ക് തിന്നുന്ന സാധനമാണല്ലോ. അന്നേരം ഞാൻ തൊലിയൊന്നും കളയാൻ പോയില്ല. നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കുറേ നേരം വെള്ളത്തിലേക്ക് മുക്കി വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഒരു ആപ്പിൾ എടുത്തുള്ളൂ കേട്ടോ. ഇതിന് അത്യാവശ്യം പുളിയുമുണ്ട്, പേരിന് മധുരം എന്നാലും ഉണ്ട്. അന്നേരം നമുക്ക് പച്ചമുളക് കുറച്ചേറെ ഇട്ടാൽ മതി. ഇവിടെ മധുരമുള്ള കറികളൊന്നും ഇഷ്ടമല്ല. അന്നേരം ഞാൻ നല്ല എരിയുള്ള, ഇത് ബുള്ളറ്റ് മുളകാണ്, നല്ല എരിയുള്ള 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്ക് അരിയാം. എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് വെള്ളം മതി, വളരെ കുറച്ച്. ഇതാ ഇത്രയുണ്ട്, ഒരാപ്പിൾ ഇത്രയുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അത് നന്നായിട്ട് അവിടെ നിന്ന് വേവട്ടെ. ഞാൻ അടച്ചു വെച്ചില്ല, അടച്ചു വെക്കാതാണ് വേവിച്ചത്. അതിന് പെട്ടെന്ന് അങ്ങ് വെന്തോളും. നല്ല ടേസ്റ്റാണ്. ആദ്യമായിട്ട് വെക്കുകയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ്. നിങ്ങളൊന്ന് വെച്ച് നോക്കണം. ആപ്പിൾ ഉണ്ടെങ്കിൽ മേടിക്കുമ്പോഴാണെങ്കിൽ, ഇപ്പോൾ ആപ്പിളിനൊക്കെ വില കുറവാണല്ലോ. അന്നേരം അവിടെ ഇരുന്ന് നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടായിരുന്നു കേട്ടോ. അന്നേരം നമുക്ക് ഇതിനാവശ്യമുള്ള അരപ്പ് റെഡിയാക്കാം. എത്രയാണോ തേങ്ങയെന്ന് വെച്ചാൽ, ഇത് ഞാനൊരു അരമുറി തേങ്ങ എടുത്തില്ല, അരമുറി തേങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ആ തേങ്ങയും ഇഞ്ചിയും പിന്നെ കുറച്ച് കടുകും കൂടെ. സാധാരണ എല്ലാവരും ഇത് അരച്ച് കഴിയുമ്പോഴാണ് കടുക് ചേർക്കുക. ഞാൻ നേരത്തെ കടുക് ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. അന്നേരം കടുക് നന്നായിട്ട് അരിഞ്ഞൊരു കടുകിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. സാധാരണ ഈ പച്ചടിക്കൊക്കെ കടുകിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. ആ അരപ്പ് അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. ഒന്ന് തിളച്ചില്ലെന്നുണ്ടെങ്കിൽ ആ പച്ചടി അങ്ങ് പനലായി പോകാം. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് അതങ്ങ് പനലായി പോകാൻ ചാൻസ് ഉണ്ട്. അന്നേരം നന്നായിട്ടൊന്ന് ഇളക്കി ആ വെള്ളം ഒന്ന് പറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ടേസ്റ്റി ആയിട്ട് നമുക്കൊരു ആപ്പിൾ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ആപ്പിൾ കൊണ്ട് പച്ചടി. കൊള്ളാം. പഴം കൊണ്ടൊക്കെ ഉണ്ടാക്കുമല്ലോ. മധുരമായി. ഏത്തപ്പഴം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല ഞാൻ. അന്നേരം അതെല്ലാം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ആറി കഴിയുമ്പോൾ മാത്രം നമുക്ക് തൈര് ചേർത്താൽ മതി. അന്നേരം ഇതിന് കടുക് താളിക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ കൂടിപ്പോയെന്ന് തോന്നുന്നു. മഴയായതുകൊണ്ടും പനിയൊക്കെ ആണ്, തൊണ്ടയ്ക്ക് ഭയങ്കര ഒരു പ്രശ്നം. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. അന്നേരം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് കടുകിടാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇടാം. വറ്റൽമുളക് ഇല്ലായിരുന്നത്, വറ്റൽമുളക് ഞാൻ ഇട്ടില്ല. അന്നേരത്തേക്ക് അത് നന്നായിട്ട് ചെറിയ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക്, ചെറിയ ചൂട് മതി, നമുക്ക് ആ തൈര്, കട്ട തൈര് വേണം. മിക്സിയിലൊന്ന് അടിച്ച് കഴിഞ്ഞാൽ അതങ്ങ് ലൂസായി പോകും. അന്നേരം കട്ട തൈര് ഇട്ടിട്ട് നന്നായിട്ട്, ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് വിടാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഒരു പാത്രത്തിൻ്റെ ചൂട് മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ കടുകൊക്കെ പൊട്ടി വരും. പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് മിക്സ് ചെയ്യാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പച്ചടി, ആപ്പിൾ പച്ചടി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണാമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റൊക്കെ രേഖപ്പെടുത്തണം, ഹൈപ്പ് ചെയ്യണം. ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അന്നേരം അത് നന്നായിട്ട് ഉള്ളിയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അന്നേരം ടേസ്റ്റി ആയിട്ട്, ഈസി ആയിട്ട്, ഈസി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, ആപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.